ഇന്ന് ഇവിടെ പ്രതിപാദിക്കുന്ന വിഷയം വിവാഹ ചടങ്ങിൽ മോതിരം മാറ്റം, അതിൻ്റെ പ്രാധാന്യമാണ്. മോതിരം മാറ്റത്തിൻ്റെ പ്രാധാന്യം. വിവാഹ സംബന്ധമായ ചടങ്ങിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥാനമാണ് മോതിരം മാറ്റത്തിനുള്ളത്. അപ്പോൾ പന്തലില് വരൻ്റെ ഇടതുവശത്ത് ഇരിക്കുന്ന വധു ആദ്യം പുരുഷന്റെ വലത്തെ കൈയിൻ്റെ മോതിരവിരലുമേ ഈ മോതിരം അണിയിക്കുകയും പുരുഷൻ, അതായത് വരൻ, വധുവിൻ്റെ ഇടത്തെ കൈയിലെ മോതിരവിരലുമേ മോതിരം അണിയിക്കുകയും ചെയ്യുന്നു. അതായത് മോതിരം മാറ്റം അങ്ങനെയാണ് വേണ്ടത്. അപ്പോൾ ഈ മോതിരം എന്ന് പറഞ്ഞ ഒരു റിങ്ങാണ്. അപ്പോൾ രണ്ട് വ്യത്യസ്ത ജീവികളെ ഒന്നാക്കി മാറ്റുന്ന, ഒരു റിങ്ങാക്കി മാറ്റുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഈ റിങ് എക്സ്ചേഞ്ച്, മോതിരം മാറ്റം എന്ന് പറയുന്നത്. ഈ റിങ്ങിൻ്റെ ഉള്ളിൽ, ഇപ്പോൾ ഒരു റിങ്ങിൻ്റെ ഉള്ളിൽ നമ്മൾ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ റിങ്ങിൻ്റെ ഉള്ളിലേക്കാവണം, ഉള്ളിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റില്ല. അപ്പോൾ രണ്ടുപേരും ആ ജീവിതത്തിൽ അന്യോന്യം സഹകരിച്ച് രണ്ടുപേരും നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുക, അതാണ് റിങ്. അതിൻ്റെ ഉള്ളിൽ നിന്ന് അവർക്ക് ഒരു മോചനമില്ല. ആ ജീവിതത്തിൻ്റെ എല്ലാ കാര്യങ്ങളിലും അവരങ്ങനെ ഒരുമിച്ച് ഒരു റിങ് രൂപത്തിൽ കൂടെ പോകണം എന്നുള്ളതാണ് അതിൻ്റെ ഇത്. പിന്നെ ഇത് നമ്മുടെ ഈ ത്രേതായുഗം മൂലം ഈ സംഭവം ഉണ്ടെന്നുള്ളത് നമുക്ക് മനസ്സിലാവും, നമ്മുടെ ഇത് കണ്ടു കഴിഞ്ഞാൽ. കാരണം ഈ സീതാന്വേഷണത്തിന് പോകുന്ന ഈ ഹനുമാന്റെ കയ്യില് സീതയ്ക്ക് കൊടുക്കാൻ വേണ്ടി, സീതയ്ക്ക് ഇദ്ദേഹത്തിന് ഇയാളെ ദൂതനെ വിശ്വാസം വരാൻ വേണ്ടിയിട്ട് ശ്രീരാമൻ കൊടുക്കുന്നത് മുദ്രമോതിരാണ് കൊടുക്കുന്നത്. അപ്പൊ അന്ന് മുതൽ നമ്മുടെ ഹിന്ദു ധർമ്മ ആചാരങ്ങളിൽ ഈ മോതിരത്തിന്റെ വിഷയം അന്ന് മുതലേ ഉള്ളതാണ്. ഇനി വേറെ രീതിയിൽ പറയുകയാണെങ്കിൽ ഈ പഞ്ചഭൂതങ്ങളില് മോതിര വിരല് ജലത്തിനെ പ്രതിദാനം ചെയ്യണതാണ്. പഞ്ചഭൂതങ്ങളില് മോതിര വിരല് ജലത്തിനെ പ്രതിദാനം ചെയ്യണം. അപ്പോൾ ഈ കർമ്മേന്ദ്രിയങ്ങളില് ജനനേന്ദ്രിയത്തെയും ജ്ഞാനേന്ദ്രിയങ്ങളില് നാക്കിനെയും പ്രതിദാനം ചെയ്യണം. അപ്പോൾ ജലത്തിൽ നിന്ന് ഉരുവായ ജ്ഞാനേന്ദ്രിയം നാവും, കർമ്മേന്ദ്രിയം ലൈംഗിക അവയവവും ആണെന്ന് കാണുന്നു. ഈ രണ്ട് ഇന്ദ്രിയങ്ങൾക്കാണ് വിവാഹ ജീവിതത്തിൽ അധികം ഉപയോഗപ്പെടുന്നത്. അതായത് ഈ കർമ്മേന്ദ്രിയങ്ങളിൽ ജനനേന്ദ്രിയവും ജ്ഞാനേന്ദ്രിയങ്ങളിൽ നാവും. ഇത് ജലത്തിൽ നിന്ന് ഊരിത്തിരിഞ്ഞാണ് ഈ രണ്ടും. അപ്പോൾ ഇതിനാണ് വിവാഹ ജീവിതത്തിൽ ഏറ്റവും പ്രാധാന്യം. അധികം ഉപയോഗിക്കപ്പെടുന്നതും ഈ ഇന്ദ്രിയങ്ങളാണ്. വൈവാഹിക ജീവിതത്തില് ആഹാര സമ്പാദനത്തിനും സന്താനോൽപാദനവുമാണ് മുഖ്യ കർമ്മങ്ങൾ. ഇവ രണ്ടും ജലതത്വത്തെ പ്രതിനിധീകരിക്കുന്നു. മനസ്സിലായില്ലേ? അപ്പോ ജലതത്വത്തിന്റെ വിരലേതാ? മോതിര വിരൽ. അതുകൊണ്ടാണ് സ്ത്രീ പുരുഷ ബന്ധത്തെയും ജീവിതത്തെയും പിന്നെ ജീവിത ബന്ധനമാണെന്ന് കാണിക്കുന്നതിനും ഈ രണ്ട് വ്യത്യസ്ത ജീവികളെ ഒന്നായി മാറ്റുവാനും വളയ ആകൃതിയിലുള്ള മോതിരം ഈ വിരലുകളിൽ പരസ്പരം അണിയിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഹിന്ദുധർമ്മത്തിന്റെ പിൻബലമായ ആധ്യാത്മിക ശാസ്ത്രം അനുസരിച്ചാണ് ഈ വിധികൾ ഏർപ്പെടുത്തിയിരിക്കുന്നതെന്ന് നമുക്ക് കാണാം. അപ്പം മറ്റേതൊരാൾക്കാരും ഈ റിംഗ് എക്സ്ചേഞ്ച്, മറ്റുള്ള പല ഈ മതത്തിൽപ്പെട്ടവരും റിംഗ് എക്സ്ചേഞ്ച് നടത്താറുണ്ട്. അപ്പൊ അവര് ഇത് അറിഞ്ഞിട്ടാണോ എന്താ, നമ്മുടെ ഹിന്ദു ധർമ്മ ആചാരമാണ്, അതിന്റെ അനുസരിച്ചാണ് ഈ വിവാഹത്തിന് ഈ റിംഗ് എക്സ്ചേഞ്ച് നടത്തുന്നതെന്നുള്ളത് സ്പഷ്ടമായിട്ട് നമുക്ക് മനസ്സിലാവും. നമസ്തേ. അപ്പൊ നമ്മളുടെ ഈ ചാനൽ കാണാനും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും നമ്മൾ വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. നമസ്തേ.